അതെ, ഈ API പറ്റി ഞാൻ കുറേ കേൾക്കുന്നു. അതെന്താ സംഭവം? അതുകൊണ്ട് നമുക്കല്ല ഉപയോഗമുണ്ടോ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് API. വിവിധ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഡിജിറ്റൽ ബ്രിഡ്ജസ് ആയിട്ട് ഇവയെ കാണാം. പലയിടത്തും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മളൊക്കെ യൂബർ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരിക്കലെങ്കിലും നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? അങ്ങനെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുന്ന സമയത്ത് യൂബർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സിലേക്ക് API വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനെ തുടർന്നാണ് നമ്മൾ പോകേണ്ട റൂട്ടും അവൈലബിൾ ടാക്സികളും ഒക്കെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലെ പേയ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ ഫോണിലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേയുമായി ഒരു API വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ പല സിസ്റ്റങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ആവശ്യം സാധിച്ചു തരുന്നത്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുന്നതും ഇതുപോലെ ഒരു APIയുടെ സഹായത്തോടെയാണ്. പ്രത്യേകം ഒരു അക്കൗണ്ട് ആ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ട മെനക്കേട് നമുക്ക് ഒഴിവാക്കാമല്ലോ. ആപ്പുകൾ വഴി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അപ്പോൾ അറിയാൻ പറ്റുന്നത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം APIയുടെ സഹായത്തോടെയാണ്. APIകൾ നമ്മുടെ ദിവസമുള്ള ടെക് ഉപയോഗത്തിന് ഇത്രത്തോളം അനിവാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ APIകൾ ടെക് വേൾഡിലെ വിലമതിക്കാനാവാത്തൊരു മുതൽക്കൂട്ടാണെന്ന്?